നോളജ് ഇക്കോണമിയുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. കേരള സർക്കാർ അതിനെപ്പറ്റി ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ വ്യവസായത്തിനെ പറ്റി നമുക്ക് ശരിക്കുമുള്ളൊരു അറിവില്ല. നമ്മളിപ്പം കേരളത്തിൻ്റെ വ്യവസായം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ പറയും ടൂറിസം ഉണ്ട്, സ്പൈസസ്, പ്ലാന്റേഷൻ ക്രോപ്സ് ഉണ്ട്, കാഷ്യൂ, പിന്നെ സീ ഫുഡ്, ഇങ്ങനെ ഇതൊക്കെ ആയിരിക്കും കൂടുതലും നമ്മൾ പറയുന്നത്. പക്ഷേ വേറെ ഒരു മേഖലയുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല. ഇപ്പം മിസ്റ്റർ ബാലഗോപാലിൻ്റെ ഒരു ബുക്കുണ്ട്, ബിലോ ദ റഡാർ. ബിലോ ദ റഡാർ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പൊതുവെ അറിയാത്ത കാര്യങ്ങൾ പലതും ഓൾമോസ്റ്റ് രഹസ്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ബുക്ക് ആക്ച്വലി മാനുഫാക്ചറിങ്ങിനെ കുറിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വ്യവസായം തന്നെ പല മേഖലയിൽ ബിലോ ദ റഡാറാണ്, നമ്മളാരും അറിയുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. കേരളത്തിൽ ഇപ്പം ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയിലാണ്. ഇപ്പോൾ ടെർമോ പെൻപോൾ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. 40 വർഷമായിട്ട് ഈ ഫീൽഡിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അറിവിൽ ഞാൻ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ അസൈൻമെൻറ്റ് എടുക്കുന്നത് വരെ കേരളത്തിൽ 6 or 7 കമ്പനി ആയിരുന്നു എൻ്റെ വിചാരം. ഈ അസൈൻമെൻ്റ് എടുത്ത് ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ ഇതിനെപ്പറ്റി നന്നായിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോഴറിഞ്ഞത് 5 or 6 കമ്പനിയല്ല, 85 കമ്പനികളുണ്ട് കേരളത്തിൽ. അവരുടെ മൊത്തം സെയിൽസ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 9,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ $1 billion കൂടുതലാണ്. അത് ഇന്ത്യയുടെ തന്നെ ഒരു 15% ഷെയറാണ്. ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ അത്രയും ഷെയറാണ് നമുക്കിവിടെ ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു നല്ല ശതമാനം എക്സ്പോർട്ടാണ്. അതിൻ്റെ അർത്ഥം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോളജ് ഇക്കോണമി എന്ന് പറയാറുണ്ട്. നമ്മുടെ വേറെ ആരോ ഈക്കോ സിസ്റ്റമിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ഇതെന്താണ് ഈ ഈക്കോ സിസ്റ്റം എന്ന് പറയുന്നത്? എല്ലാവരും ഇങ്ങനെ പ്രയോഗിക്കുന്നൊരു വാക്കാണ്. ഈക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല എലിമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാലേ ഉള്ളൂ ഒരു വ്യവസായം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെന്തൊക്കെയാണ്? ഇപ്പം ഒരു ലൈഫ് സയൻസസ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് ബിസിനസ് ആണെങ്കിൽ എന്തൊക്കെ വേണം ഇത് സക്സീഡ് ചെയ്യാൻ? ഇതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഹൈ ക്വാളിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പിന്നെ വേണ്ടത് മിസ്റ്റർ രഞ്ജിത്ത് കാർത്തികൻ പറഞ്ഞ പോലെ ടാലൻറ്റ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നല്ലൊരു ഹെൽത്ത് കെയർ സിസ്റ്റം വേണം ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഇൻഡസ്ട്രി, സ്റ്റാർട്ടപ്സ്, ഇതെല്ലാം കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇപ്പം ഉദാഹരണമായിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത്. ഇന്ത്യയിലെ തന്നെ നോഡൽ റിസർച്ച് സെൻ്ററാണ് ബയോമെഡിക്കൽ ഡിവൈസ് റിസർച്ചിന്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്, CDAC, ERTL, ഐസർ. പല യൂണിവേഴ്സിറ്റീസിലും പോളിമർ ടെക്നോളജി, റബ്ബർ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഈ മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ എല്ലാവരും എനിക്ക് തോന്നുന്നു അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇന്ത്യയിലെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പ് സിസ്റ്റമിനെ പറ്റിയും പലരും ഇൻക്ലൂഡിങ് നീതി ആയോഗൊക്കെ നമുക്ക് നല്ല റാങ്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഒരു മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ശരി. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേവറബിളായിട്ടുള്ള ലൊക്കേഷൻ ചിലപ്പം കേരളം തന്നെ ആയിരിക്കും. ആ ഒരു കാര്യം ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് പോലത്തെ ഈ ഇവൻറ്റ്സ് വഴി നമുക്ക് ഈ കേരള ബിസിനസ്സിനും ഇന്ത്യയിലുള്ള ബിസിനസ്സും ഗ്ലോബൽ ബിസിനസ്സുകാർക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ നേട്ടം. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതെല്ലാം നമുക്കുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരം 2023 അനൗൺസ് ചെയ്ത പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരം 22 പ്രയോറിറ്റി സെക്ടർ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ ഹൈ വാല്യൂ ആഡഡ് റബ്ബർ, മെഡിക്കൽ ഡിവൈസസ്, ബയോടെക്നോളജി, ആയുർവേദ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനത്തെ പല സെക്ടേഴ്സാണ്.
ഇവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഹൈലി സ്കിൽഡ്, ഹൈലി ക്വാളിഫൈഡ്, ടാലൻറ്റഡ് പീപ്പിൾ. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ആസറ്റ്. ഇന്ന് നമ്മൾ ആ ആസറ്റിനെ എക്സ്പോർട്ട് ചെയ്യാണ് മറ്റ് സ്റ്റേറ്റ്സിലും മറ്റ് രാജ്യങ്ങൾക്കും. അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല വരും എന്നുള്ളത്. ആ ഡിമാൻഡ്, ഇത്രയും ആൾക്കാർക്കുള്ള എംപ്ലോയ്മെൻറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും.